PM-ശ്രീ പദ്ധതി രാഷ്ട്രീയ ആയുധമാക്കാൻ CPM. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് വലിയ കളവാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF സർക്കാർ പദ്ധതി മരവിപ്പിക്കുകയാണ് ചെയ്തതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. BJP നയം നടപ്പിലാക്കുകയാണ് UDF സർക്കാർ എന്നാണ് P രാജീവിന്റെ ആരോപണം. PM-ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത് KM ഷാജിയാണ് എന്നും എന്നാൽ പദ്ധതി ഇപ്പോൾ സ്വന്തം വീട്ടിലാണെന്നും MV ജയരാജൻ പരിഹസിച്ചു. പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് AYF-ഉം നിലപാട് ഘടിപ്പിച്ചു. കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള BJP-യുമായിട്ട് CPM ചേർന്ന് നടത്തുന്ന ഡീലാണ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണകക്ഷിയായി മാറിയപ്പോൾ അത് നടപ്പിലാക്കും എന്ന് മാത്രമല്ല വലിയ കളവാണ് പറയുന്നത്. അത് നടപ്പിലാക്കിയത് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റിന് അത് മരവിപ്പിക്കണമെങ്കിൽ തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. PM-ശ്രീ തുടരുക എന്നുള്ള നിലപാട് മന്ത്രിസഭ സ്വീകരിച്ചിരിക്കുന്നു. BJP ഭരിക്കുന്നതിനേക്കാളും അതിവേഗതയിൽ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി ഇന്നത്തെ UDF സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ മന്ത്രിസഭയിലെ അംഗമായ KM ഷാജിയായിരുന്നു നേരത്തെ PM-ശ്രീ അറബിക്കടലിൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഷാജിയെ സംബന്ധിച്ചിടത്തോളം PM-ശ്രീ സ്വന്തം വീട്ടിലെത്തിയിരിക്കുകയാണ്. PM-ശ്രീ നടപ്പാക്കുമെന്ന് പറയുന്നവർ കേരളത്തിൽ രാജസ്ഥാൻ നടപ്പാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാക്കണം. ഈ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളുമായി റാഹിസ് റഷീദാണ് നമ്മളോടൊപ്പമുള്ളത്. റാഹിസ്, ഇപ്പോൾ MV ഗോവിന്ദനും MV ജയരാജനും പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എന്നൊരു ആരോപണം സ്വാഭാവികമായും CPM-ന് ഉന്നയിക്കാം. രണ്ടാമത്തേത് ലീഗിനെ കുറിച്ചാണ് MV ജയരാജൻ ഉന്നയിക്കുന്നത്. അതായത് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ പദ്ധതി എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നു എന്നത്. പക്ഷേ അവിടെ P രാജീവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് BJP-യുടെ നയപരിപാടികൾ നടപ്പിലാക്കുന്നു എന്നുള്ളത്. ഈ പദ്ധതി MOU ഒപ്പുവെച്ചത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. രാഷ്ട്രീയ വിമർശനം പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതും വസ്തുതാപരമായ കാര്യങ്ങൾ മറച്ചുവെക്കുന്നു എന്നുള്ളതും ആരോപണമാണ്. പക്ഷേ നയം എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. മാധു, ഇതിനകത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ കാണുന്ന ഒരു കാര്യം, LDF സർക്കാർ മാറി VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് നാളെയാണ് ഒരു മാസം തികയുന്നത്. ആ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ പറ്റുന്ന ഒരു ആയുധമായി ഇതിനെ മാറ്റുകയാണ്. അതിന് അവരുടെ മുമ്പിൽ കുറച്ച് ലൂപ്പോൾ കൂടി കിട്ടി എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഇതിനകം തന്നെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഒന്ന്, ഈ പദ്ധതി നിർത്തലാക്കി അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ LDF സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചിട്ടില്ല, അവരെ സമീപിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K വാസുകി അയച്ച കത്തിന്റെ പകർപ്പ് പൊതുമധ്യത്തിലുണ്ട്, റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുകയും ചെയ്തു. അതൊരു കാര്യം. മറ്റൊന്ന്, ഈ പദ്ധതിയിൽ ഒപ്പിട്ട് ഏതാണ്ട് 99.27 ലക്ഷം, 1 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കേരളം വാങ്ങി എന്ന് പറയുന്നതിന് പ്രശ്നമുണ്ട്. ആ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ സമഗ്ര ശിക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള പണമാണ് കിട്ടിയത്, അതല്ലാതെ PM-ശ്രീ ബന്ധപ്പെട്ട പണമല്ല കിട്ടിയത്. ഈ രണ്ട് കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞ് അവരുടെ നയമാറ്റം മാത്രമല്ല, നയം മാറ്റത്തിന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ പറയുകയാണ് VD സതീശനും സർക്കാരും എന്ന് പറയുന്നു. ഒപ്പം MV ജയരാജൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഇരിക്കുമ്പോൾ BJP അജണ്ട നടപ്പിലാക്കുകയാണ് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ലീഗ് കൂടി പ്രതിരോധത്തിലാവുകയാണ്. മധു, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.